ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എന്താ ഗുഡ് മോർണിംഗ് ഉമ്മക്കൊക്കെ ഒരു ഊർജം കുറവ്? ഇന്നെന്തായാലും ഉറക്കണ്ട. ആ തോന്നി. ആ ഈ തീവണ്ടി സ്റ്റേഷനിൽ എത്താറാകുമ്പോൾ ഇങ്ങനെ കുറവെന്നൊരു സൗണ്ട് വരില്ല, അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ ചിരിച്ചാണോ അമ്മ? നിർത്താൻ പോണ തീവണ്ടിക്ക് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ. എന്തിനാ അമ്മ ദേഷ്യം? ആരോഗ്യത്തിനും സ്വഭാവത്തിനും നല്ലതല്ലമ്മ, അതിനെ ഒഴിവാക്കൂ. ആരായി പറയണ്? ദേഷ്യം തീരെ വരാത്ത ആള്. ഇന്ന് അമ്മ കരാട്ട കാണിക്കാൻ പോവാണോ? ഒരു മീൻ വറ്റിച്ചത്. അല്ല, ഡ്രസ് എന്താ ചോദിച്ചാ? ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛന് ചിക്കനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പൊ ഈ മീന് ആൾക്കൊന്ന് വറ്റിച്ചു കൊടുക്കുക, പറ്റിക്കുക. എന്താ പറയാ, അച്ഛനെ പണ്ടൊക്കെ പറ്റിച്ച പോലെ തന്നെ അച്ഛനെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാൻ വരുമ്പോ പറ്റിച്ച പോലെ ഇപ്പൊ വീണ്ടും ഒന്ന് പറ്റിക്കുക. അമ്മയൊക്കെ പറയുന്നത് പറ്റിക്കുക, പറ്റിക്കാന്ന് പറയുന്നത്. ഏതാ ശരിയെന്നൊന്നും അല്ല, ഇത് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ചോദിക്കണത്. അച്ഛൻ എന്താ ഈ പെണ്ണ് കാണാൻ വരുമ്പോ അമ്മ പറ്റിച്ചു പറയണത്? നമ്മുടെ പകരം വേറെ ഏതെങ്കിലും പെൺകുട്ടിനെ കാണിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? അല്ല, അടുത്ത വീട്ടത്തെ അതിനെ വിളിച്ചിട്ട് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും തിരുമ്പി വെച്ചതാണ്. പിന്നെ നിന്റെ അച്ഛൻ പിന്നെ കമലാസനാണല്ലോടാ, ഓരോരോ മാറി നിർത്തിയിട്ട് കാണിക്കാൻ. എന്തല്ലേ അമ്മ പറയാൻ പോണ്? മുളകും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. ഏത് ഇപ്പൊ കാണിക്കണത്? അത് മനസ്സിലായി. മുളകും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. ആരും ചെയ്യാത്തതാണോ? തക്കാളി, ഒരു വലിയ തക്കാളി. എത്ര വലുത്? ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. ഒരു മത്തങ്ങയുടെ വലിപ്പം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ചെറിയ ഉള്ളി, കുറച്ച് നാളികേരപ്പാല്. ഇത് വെളുത്തുള്ളി ഇതിന് ആവശ്യം. പിന്നെ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങരുത് കേട്ടോ. അല്ല, പാതി ഉറക്കത്തിലാണെന്ന് എനിക്ക് സംശയം. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാണ്ടല്ലോ, എൻ്റെ ആൾക്കാർ കേൾക്കുന്ന നീ വെറുതെ എൻ്റെ ആൾക്കാർ കേൾക്കുന്ന നീ കളിയാക്കരുത് കേട്ടോ. അമ്മ കരാട്ട വല്ലതും കാണിക്കാനുള്ള പരിപാടി ഉണ്ടോ? അല്ല, ഡ്രസ്സ് കണ്ടിട്ട് ചോദിച്ചാണ്. അല്ല, കളറ് വൈറ്റും ബ്ലാക്കും അല്ലെങ്കിലും ഏതാണ്ട് ആ മോഡലാണ്. എന്നെ അടിച്ചിട്ട് നിന്നെ ശരിയാക്കും. അയ്യോ, മൊബൈൽ പൊട്ടി, ക്യാമറ പൊട്ടി, എന്താ ഈ കാണിക്കണേ? അപ്പൊ ഈ ചെറിയുള്ളി എന്നുള്ള വാക്ക് നമുക്ക് വേണ്ടമ്മ, ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്തിനാ ഈ എന്നുള്ള ശബ്ദം കൂടി ഉപയോഗിച്ചിട്ട് അമ്മ ക്ഷീണിക്കണേ? അതിനു വേണ്ടി പറയണം. എന്താ ഉണ്ണിയാ നീ കാട്ടണെന്ന്? എന്തിന്റെ കുണ്ടാമ്പണ്ടിയാണ് ഇതൊക്കെ? പാലക്കാട് ശശിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ? അല്ല, ആകെ പാലക്കാട് ഒരു ശശിയേ ഉള്ളൂ. അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. പാവം പാലക്കാട്ടുകാർക്ക് ഒരു ശശിനെ. ഇത് പുളി ഒഴിക്കുന്നില്ല കേട്ടാ. പുളിയുടെ ആവശ്യമില്ല. ഇത് നമ്മുടെ കേരളത്തിലല്ല, ഞാൻ ഓൾറെഡി കർണാടകത്തിലും മീൻ വറ്റിച്ചതാണ് കേട്ടാ. അപ്പൊ അവരിതിന് പുളി ഇടാറുണ്ട്. അമ്മ അതൊക്കെ ശരിയാണ്. അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, മോനെ എപ്പോഴും ജീവിതത്തിൽ അനുസൂയ കൂടെ വേണം, അനുസൂയ കൂടെ വേണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളില്ലല്ലോ. അമ്മ അല്ലമ്മ പറഞ്ഞത് രാവിലെ, മോനെ. ആര്? എന്താണ്? അതോ, അത് കൂടെ ഉണ്ടാവണമെന്നോ? എൻ്റെ അമ്മ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ പറയും അസൂയ കൂടെ വേണം ആരെങ്കിലും പറയോ? അമ്മ, അസൂയ ഉണ്ടാവരുത് നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ നമ്മൾ പറയണ്ട്. അമ്മ എന്താ ഈ പറയണ? അസൂയ കൂടെ വേണമെന്നോ? അമ്മ നേരത്തെ പറഞ്ഞാൽ നല്ലായിരുന്നു. അനുസൂയ ഉണ്ടായിക്കോട്ടെ. നമ്മൾ അസൂയ എന്ന് പറയുന്നത് എന്താണ്? ഈ അസൂയ ഒരാള് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് പോവാനും ഒരാളിങ്ങനെ നോക്കിയിട്ട് എന്താ വേണ്ടേ, നോക്കി എന്താ ഡ്രസ് അങ്ങനെ പറഞ്ഞു. അത് അസൂയല്ലോ. ആണോ? അസൂയോട് പറയുന്നത് ഒരു നോട്ടത്തിലും ഭാവത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും. അമ്മ കറക്റ്റായിട്ട് കാണിക്കണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ അത് മനസ്സിലാവും. അതാണ് അസൂയ. അത് അവര് അങ്ങനെ നോക്കിയെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഡ്രസ് ചെയ്യാണ്ടും നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും അവരങ്ങനെ നോക്കി അസൂയപ്പെട്ടു നമ്മളങ്ങനെ വന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ അസൂയ പ്രചോദനമായിട്ട്
അസൂയേനെ പ്രചോദനമായിട്ട് എടുക്കണം. ആ അവര് നോക്കിക്കോട്ടെ. അല്ല എവിടുന്നാ വന്നിപ്പോ? നല്ല കാര്യല്ലേ, നല്ല കാര്യല്ലേ. ഇപ്പൊ നന്നായി വസ്ത്രധാരണം ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുക, അതൊക്കെ കാണുമ്പോൾ ഒരാൾ അസൂയയുടെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിന് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ ഒന്നും പാടില്ല. നല്ലത് പറയണം. അസൂയപ്പെടുന്നവരെ നിങ്ങൾ നന്നായിരിക്കുമെന്ന് പറയണം. അല്ല അതിനവരെ അയ്യോ അവനോട് അസൂയാണ് അവന് അങ്ങനെയല്ല, അത് നമുക്കൊരു പ്രചോദനമായിട്ട് അങ്ങനെ എടുക്കുക. അപ്പൊ എന്തായാലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചോദനമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അതൊരു നല്ലതാണ്. നമുക്കൊരു എല്ലാം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആണ് അങ്ങനെ വേണം. എല്ലാത്തിനും നമ്മൾ ഒരാൾ അത് പറഞ്ഞു ഒരാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവര് വിട്ടുകളിയല്ല, അത് പോസിറ്റീവായിട്ട് എടുക്കുക. എന്നിട്ട് അവരിങ്ങനെ നോക്കി നമ്മൾ അവരെ നോക്കി ചിരിക്കുക. അപ്പൊ അവരുടെ ആ സ്വഭാവം മാറും, നമുക്കും ഒരു വിഷമം ഉണ്ടാവും. ഇതാണോ അസൂയ? അസൂയ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് ഇപ്പൊ എന്താ ഒരാൾ വണ്ടി മേടിച്ചു, എന്താ അവൻ ഇതിനാണോ അമ്മ അസൂയ വേണം? അപ്പൊ പറയും അവൻ എങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ, വണ്ടി മേടിച്ചില്ലേ. അപ്പൊ അവന് ആ രീതിയിൽ അസൂയയോട് പറയുകയാണെങ്കിൽ ആ വണ്ടിനേക്കാളും വേറെ വണ്ടി മേടിക്കാൻ നമുക്കത് പ്രചോദനമായിട്ട് എടുക്കുക. ഇതാണ് അസൂയക്കുള്ള നമ്മുടെ ഉപമ. ഇതിനാണോ അനുസൂയ ഒപ്പം വേണോ അനുസൂയ ഒപ്പം വേണം പറയണത്? ഭഗവാനെ ഭയങ്കര ബുദ്ധിയാട്ടമ്മ. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അമ്മ വണ്ടിയൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങരുത് കേട്ടോ. ഇനി അഥവാ ഇറങ്ങുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം പോവാൻ. എന്തിന്? ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണ്. നല്ല ബുദ്ധിയല്ലേ. അല്ലാണ്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അസൂയക്ക് ഇങ്ങനൊക്കെ ഒരു ഇത്രയും വലിയ ഡെഫിനേഷൻ അസൂയക്കോ? അസൂയക്കാരെ നോക്കി ചിരിക്കുക, നന്നായിരിക്കും പറയാല്ലേ. വേണമെങ്കിൽ ലഡ്ഡുക്കെ ഉണ്ടായി കൊടുക്കുക. അസൂയ നോക്കി നന്നായിരിക്കുന്നല്ല, അസൂയ അവര് ആ അസൂയ ഉള്ളത് കൊണ്ട് നമുക്കതൊരു പ്രചോദനമായിട്ട് ജീവിതത്തിൽ ഇനി മുന്നേറാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എല്ലാവർക്കും? ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയട്ടെ എന്താണ് അസൂയ എന്നുള്ളത്. എൻ്റെ അമ്മ നമ്മളൊരു ചെടി നടുകയാണെന്ന് വെച്ചോളൂ. അതിനെ വെള്ളം ഒഴിച്ച് ഒരുപാട് വെയിൽ തട്ടാത്ത രീതിയിൽ ആ ചെറിയ ചെടിയല്ലേ, അതിന് പെട്ടെന്ന് സൂര്യൻ്റെ ഒരുപാട് കിരണങ്ങൾ വീഴുമ്പോൾ എന്താവും, അത് ചുട്ട് കരിഞ്ഞങ്ങോട്ട് പോവും. അപ്പോൾ അതിനിങ്ങനെ മറ ചെയ്ത് ഒക്കെ വെക്കില്ലേ, അതുപോലെ വെച്ച് സൂക്ഷിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ വ്യക്തിത്വവും. ഇതിനെ ഒരു വ്യക്തി അസൂയയായിട്ട് നോക്കുക എന്ന് കരുതുക, ജസ്റ്റ് കരുതുക കേട്ടോ. അങ്ങനെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി സ്വയം ഡിപ്രസ്സായി പോവുക. എന്നെ ഒരാൾ എപ്പോഴും അസൂയയോട് കൂടി നോക്കും, അല്ലെങ്കിൽ എന്നെ നോക്കുമ്പോൾ ഒരു പുച്ഛഭാവത്തോടു കൂടി എന്നോട് പെരുമാറുന്ന പറയുമ്പോൾ ഡെയിലി ഡിപ്രസ് ആവണ ആ മനുഷ്യൻ ആ ഡിപ്രഷൻ്റെ പകരം അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്നിൽ അവനെക്കാട്ടിലും എന്തോ ഒന്ന് മികച്ചതുണ്ട് എന്ന് വെച്ചാൽ അത് എൻ്റെ നോട്ടത്തിലാവാം, സംസാരത്തിലാവാം, നേട്ടത്തിലാവാം. അങ്ങനെ എന്തിനെങ്കിലും ഒന്നിനും എനിക്കൊരു മെച്ചം ഉള്ളപ്പോൾ ആ മെച്ചത്തെ കണ്ടാണ് അവൻ അസൂയ എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ അസൂയപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പത്ത് കയറണം, നമ്മളെ കാണണം. ആ അസൂയപ്പെടുന്ന വഴിയുള്ളവരെ ഓരോ പടി കയറാൻ എനിക്കൊരു പ്രചോദനമാണ്. അസൂയക്കാരാ നീയാണ് എൻ്റെ പ്രചോദനം എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് അസൂയക്കാർ വേണം. അതന്നെയാണ് ഞാനും പറഞ്ഞത്. നീ ഇത്രയും എന്താ പറയുക ഭാവാത്മകമായിട്ടോ കവി പറയുമ്പോഴൊക്കെ പറയാൻ എനിക്കറിയില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. നമ്മൾ അവരൊക്കെ അസൂയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് അസൂയാണെന്ന് പറഞ്ഞ് അവരെ കുറെ അതൊന്നും പറയുന്നേക്കാളും നല്ലത്. ഇപ്പോ അസൂയ എന്ന് പറയണത് മോളിന്ന് ഒരു കയറ് തൂങ്ങാന്ന് വിചാരിക്കുക. അവൻ അസൂയപ്പെട്ടു എന്ന് പറഞ്ഞത് കുടുക്കാക്കിയിട്ട് അങ്ങനെ തൂങ്ങിക്കഴിഞ്ഞാൽ എന്താവും, ചത്തുപോവും. ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതിന്റെ പകരം ആ കയർ എനിക്ക് കയറി മുകളിലെ സ്റ്റേജിലേക്ക് പോകാനുള്ളതാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് നമുക്കൊരു ഒരു പോസിറ്റീവ് റോപ്പായിട്ട് മാറും. അതേ അതിനെ മുകളിലേക്ക് നോക്കിയിട്ട് അമ്പോ അവൻ്റെ അസൂയ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അവൻ്റെ ശത്രുത കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു കുടുക്കിട്ട് കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുക. അതിൻ്റെ പകരം അത് കയറിപ്പോവാനുള്ള റോപ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ദ ലൈഫ് എന്ന് വിചാരിച്ചാൽ അതൊരു പ്രചോദനമാണ് അല്ലേ? ഇതാണോ അമ്മ പറയാൻ ഉദ്ദേശിച്ചത്? അതിനാണോ എൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ മുമ്പ് അനസൂയ എപ്പോഴും കൂടെ വേണം മനുഷ്യൻ. ഞാൻ തിരഞ്ഞു ചെറിയമ്മമാരോ വല്യമ്മമാരോ അമ്മായിമാരോ അമ്മൂമ്മമാരോ അപ്പൂമ്മമാരിൽ ആരെങ്കിലും ഒരാൾ അനസൂയ എന്നുണ്ടോ എന്ന് നോക്കി. കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ലല്ലോ. എന്തുകൊണ്ടത് വേണം? ഉടയാണ്ട്
എനിക്ക് ഈ സ്കൂളിലേക്കാളും നല്ലത് എൻ്റെ ഷട്ടറാണ്. ഇതിൽ സെക്കൻഡ് വയറില്ല. പിന്നെ എല്ലാവരും പറയും നോൺ സ്റ്റിക്കിൽ തവി കൊണ്ട് മരത്തവി കൊണ്ട് ഇളക്കണം ചേച്ചിന്ന് പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ഞാനത് കേൾക്കണ്ടേ. അതിലൊരു പിടുത്തം കിട്ടില്ല അമ്മയ്ക്ക്. എനിക്ക് മറ്റേ സ്റ്റീലിൻ്റെ തവി കൊണ്ടൊക്കെ ഇളക്കിയിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ അടുപ്പിലൊക്കെ വെച്ചിട്ടൊക്കെ അല്ലേ പണ്ടുണ്ടൊക്കെ. അടുപ്പില്ലല്ലോ. അപ്പോൾ ഇത് അപ്പോൾ എന്തെങ്കിലും അമ്മ നേരത്തെ പറഞ്ഞ പോലെ അസൂയ എന്ന് പറയണത് അത് അനസൂയക്കാണെങ്കിലും അൻസിബയ്ക്കാണെങ്കിലും അതവർക്കുള്ളത് നമുക്ക് നല്ലതാണെന്ന് കരുതണം. അങ്ങനെ കരുതി മുന്നോട്ട് പോയാൽ അസൂയക്കാരെ കൊണ്ട് നമുക്കൊരു വെറുപ്പുണ്ടാവില്ല. പകരം ദിവസം പുറത്തിറങ്ങുമ്പോൾ ഒരു വട്ടമെങ്കിലും നമ്മൾ അസൂയപ്പെടുന്നത് നമ്മുടെ മുമ്പുറത്തുനിന്ന് വരണേ, നമ്മളെ കുറ്റം വരണമെന്ന് നമ്മളൊന്ന് കാണണേ. കാരണം കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കുറ്റം ഒരു ദിവസമെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ തൃപ്തിയില്ല എന്ന് വിചാരിച്ച ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ മിക്കവാറും ലൈഫിൽ കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എന്താന്ന് കാണാത്തത്, ഇന്നെന്താ നട തുറന്ന് പുറത്ത് വരാത്തത്, വന്നല്ലോ ഗുരുത്തം കെട്ടവിടെന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും ഇന്നും. എന്ന് വെച്ചാൽ പഴയ കാലത്തേക്കൊന്നും തിരിച്ചു പോകണ്ട. ഇന്നും ഇപ്പോൾ ഈ കാലത്ത് അതൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഫാൾട്ടെങ്കിലും ഒരാളുടെ കണ്ടുപിടിക്കണമെന്ന് മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അവരടുത്തുള്ള അപ്പോൾ നശിച്ചു പോട്ടെ എന്നവരെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. ഭഗവാനോട് പറയണം എന്നും അവർക്ക് നമ്മൾ അസൂയപ്പെടാനുള്ളത് ഭഗവാനെ എനിക്ക് നീ നൽകിക്കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ അവർ അസൂയപ്പെട്ടുകൊണ്ടേ ഉണ്ടാവും, നിങ്ങൾ മുന്നേറിക്കൊണ്ടേ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അസൂയ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് അസൂയപ്പെടുന്നത് നിങ്ങൾക്ക് ദൈവം തന്നൊരു വരദാനമാണ്. അവർക്ക് ആ വരദാനത്തിന് കുറവ് കൊടുത്തതുകൊണ്ട് അവർ അസൂയപ്പെട്ടുകൊണ്ടിരിക്കണം. അവർ അസൂയപ്പെടാൻ നിങ്ങൾ കാരണക്കാരായത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്ക് ആ ദൈവാനുഗ്രഹം ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് അസൂയപ്പെടാനുള്ള സമയമില്ല. അപ്പോൾ എന്താണ് അസൂയ? അത് ആരാണ് പെടുന്നത്? അവർക്കാണ് നഷ്ടം. ആരാണ് അസൂയയ്ക്ക് പാത്രമാവുന്നത് എന്ന് വെച്ചാൽ ഞാനാണ് അമ്മേനെ കണ്ട് അസൂയപ്പെടുമെന്ന് വിചാരിച്ചോ? ഒരു ഇത്രയൊക്കെ എനിക്ക് ഉണ്ടേനെയും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കാണ് നഷ്ടം. അല്ലമ്മാ ഞാൻ ഒരു ഉപമ. അപ്പോൾ എനിക്കാണ് നഷ്ടം. പാൽപ്പായസം അതിലേക്ക് ഒഴിക്കുക. എന്തത് നാടരപ്പാല്? ഞാൻ വിചാരിച്ചു ഇതിലാരെങ്കിലും പായസം ഒഴിക്കും. കാണാൻ നോക്കട്ടെ. ഇത് തരും. ആ ഇത്രയും കാലത്തിന് ശേഷം അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാണാൻ ഭംഗിയിട്ടൊന്ന് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മമ്മി ഇതെന്തായി? അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. എന്തിനും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിതം ശരിക്കും പറയുകയാണെങ്കിൽ സന്തോഷമായി ഉല്ലാസമായി എന്നും പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പോൾ അമ്മ നല്ല ശൃംഗരിച്ച് ചുന്ദരി കുട്ടിയായിട്ട് അമ്മ വീട്ടിൽ നിന്ന് ശൃംഗാരമൊക്കെ ചെയ്തിട്ട് അതിനെന്താ പറയാ? അത് വേണ്ട. ശൃംഗാരമൊക്കെ ചെയ്ത് ശൃംഗാരമൊക്കെ ചെയ്ത് അല്ല ആർക്കും ചെറിയൊരു തെറ്റൊക്കെ പറ്റുമല്ലോ. എന്തോ ഒരുങ്ങി അണിഞ്ഞിട്ട് ഉറങ്ങി. അണിഞ്ഞു ഉറങ്ങിയോ? അണിഞ്ഞ് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി. എന്നിട്ട് അമ്മ ഇങ്ങനെ പുറത്തേക്ക് വരികയാണെന്ന് വെച്ചോ. ഒരു കാക്കയും കൂടി മുകളിൽ ഇരുന്നിട്ട് അമ്മേനെ കാണാനില്ലെങ്കിൽ ഈ അണിഞ്ഞ് ഒരുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്ന് നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ നല്ലത് പറയണ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അസൂയപ്പെടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആര്? ഈ നേരത്തെ പറഞ്ഞാൽ കുണിഞ്ഞ് ഒരുങ്ങുന്ന ആൾക്കാരില്ലേ, അല്ല അണിഞ്ഞ് ഒരുങ്ങുന്ന ആൾക്കാരില്ലേ, അവരേറ്റവും ശ്രദ്ധിക്കുക എന്തറിയോ? എൻ്റെ ശത്രു ഒന്ന് എൻ്റെ വഴിയിൽ വെച്ച് കാണും, അവൻ എന്നെ ഈ പുതിയ ഡ്രസ്സ് ഇട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കത്ത ആരാണ് അമ്മ ഉണ്ടാവുക? അപ്പം നമ്മളോട് ഇത്തിരി അസൂയൊക്കെയുള്ള ആൾക്കാരാവണം നമ്മുടെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ കാണണമെന്ന് ഉണ്ടാവും. ഇപ്പോൾ ഒരു പുതിയൊരു വണ്ടി മേടിച്ചു, ആ വണ്ടി നമുക്ക് ഇല്ലാത്തതായിരിക്കും. ആദ്യമായിട്ട് ആ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ വണ്ടി മേടിക്കരുതേ എന്ന് പറഞ്ഞൊരു അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വണ്ടി മേടിക്കുമ്പോൾ പെട്ടെന്ന് അസൂയ കാണാൻ വേണ്ടി എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ അസൂയക്ക് എന്തോരം പ്ലസ് പോയിന്റ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. അതറിയാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് അതിന് ആർക്കും സമയമില്ലാത്തവരാണ് ഈ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമയമുള്ളവർക്ക് അതിന് നേരെയില്ല. കാരണം ഇതിനേക്കാളും മുകളിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ചിന്തയിലാണ് ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചിന്തിക്കാനും കൂടി സമയമില്ലാണ്ട് ജനലിൽ കൂടെ നോക്കിയിട്ട് അപ്പുറത്തെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടെന്ന് ആലോചിക്കുമ്പോൾ അയ്യോ ദൈവമേ, ലോകം എവിടേക്കൊക്കെ എത്തി. ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് ചായ കച്ചവടം തുടങ്ങാനുള്ള ആലോചനയാണ് ഓരോ ആൾക്കാർ അവിടെ. മനസ്സിലായില്ലേ? അവിടെ സ്ഥലം മേടിക്കണം വന്നിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പണ്ടത്തെ അസൂയം കൊണ്ട് ഇന്നും നടക്കുന്നത്. പക്ഷേ പണ്ടത്തെ അസൂയയും ഇന്നും വേണം. കാരണം ഇതൊക്കെ ഓരോ ഔൺസ് ടോണിക്ക് പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതായിട്ടോ ഇത്ര എണ്ണ തെളിഞ്ഞു വന്നാൽ
ഇതായി 2 ഭാഗം നമ്മൾ മറിച്ചിട്ട് വെന്തു. ഇനി ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ? ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കറക്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് മീൻ പറ്റിച്ചത്. പക്ഷെ ഇതില് പുളി ഇടില്ല. പറ്റിച്ചതാണോ പറ്റിച്ചതാണോ എനിക്കറിയില്ല. പറ്റിച്ചതെന്നാണ് ഞാൻ പറയാ, ഇവിടെ പറ്റിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മീൻ വറ്റിച്ചത്. ഇതിൽ പുളി ഇടാണ്ട് തക്കാളിയുടെ പുളിപ്പ് മാത്രമായിട്ടൊരു മീൻ വറ്റിച്ചത്. അതും ഒരു പ്രാവശ്യം വെച്ച് നോക്കൂട്ടാ. അപ്പൊ അതേപോലെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായോ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോ അതേപോലെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഏത് നേരം നിങ്ങളെ കുറ്റം പറയണ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചോളൂ, കരുതിക്കോളൂ. ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങളിൽ നിങ്ങളൊരു പുതിയ വസ്ത്രം ഇടുമ്പോൾ, ഒരു പുതിയ മാല മേടിച്ച് കഴുത്തിലിടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അസൂയപ്പെടാൻ ആ കൂട്ടത്തിൽ ഒരു 10 പേരിൻ്റെ ഇടയിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എന്തിനാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ എത്ര കാലം വരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടോ അത്ര കാലം വരെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി സെറ്റപ്പ് ആവണം, ഒന്നും കൂടി ഗെറ്റപ്പ് ആവണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്പിറേഷനാണ് നിങ്ങളോട് അസൂയപ്പെടുന്ന ഓരോ വ്യക്തികളും. ആ വ്യക്തികൾക്ക് നൽകുന്ന അസൂയം കൊണ്ട് അവർക്ക് അറിയില്ല അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാന്നുള്ളത്. അസൂയം കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് ഇനിയും മുന്നേറണം എന്നുള്ള ചിന്ത വരും. അത് ചെറിയ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ശരി, വയസ്സായ ആൾക്കാരായാലും ശരി, ഇവർക്കൊക്കെ നൽകുന്ന ഒരു പ്രചോദനം ശരിക്കും പറഞ്ഞാൽ യു ആർ ദ ടോണിക് ഓഫ് ഒന്നിനും കഴിയാത്ത സാഡസ്റ്റ് പീപ്പിൾ. അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് തളർന്നിരിക്കുന്നവരെ ഒന്ന് അസൂയപ്പെട്ട് നോക്കുക, അവർക്കൊന്ന് തോന്നും, ഒന്ന് എണീക്കണം, ഒന്ന് പ്രതികരിക്കണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നേരെ പോയി പ്രതികരിക്കല്ല, ജീവിതത്തോട് നമ്മൾ സ്വയം പ്രതികരിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകണമെന്ന് തോന്നാൻ ഈ അസൂയ മഹത്തായ ഒരു സംഭവമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചുറ്റും അസൂയപ്പെടാനുള്ള ആൾക്കാരെ പടച്ചോൻ, ദൈവം, തമ്പുരാൻ, കർത്താവ് നൽകട്ടെ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. എന്നിട്ട് ഒരിക്കലും അവരൊരു പകയായിട്ട് കാണരുത്, അവരോടൊരു വൈരാഗ്യം വെക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്ന അയൽപ്പക്കത്തെ അനുഗ്രഹമാണെന്ന് മാത്രമേ കരുതാൻ പാടുള്ളൂ, അല്ലേ? അങ്ങനെ അസൂയയുള്ള ആൾക്കാരെ തരണം ചെയ്യാനുള്ള പുതിയൊരു തന്ത്രവും മന്ത്രവുമായി ഈ അംബുജാക്ഷമ്മയുടെ ഈ ചെറിയ മകൻ, അല്ല വലിയ മകൻ്റെ ചെറിയ ബുദ്ധിയിൽ നിന്ന് പറയുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് മീൻ വെട്ടിച്ചത്. അയല മീൻ തക്കാളി ഇട്ട് വെട്ടിച്ചത് കണ്ടോ. ഇതും ഇതിൻ്റെ കുറച്ച് ഈ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ണ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കൂട്ടി ചോറുണ്ണാൻ വിളിക്കണ്ടേ? പിന്നെ അപ്പോൾ ഇത് കൂട്ടി ചോറുണ്ണാൻ വരൂട്ടോ. നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ ഓക്കേ, ബൈ.